കാത്തിരിപ്പിനൊടുക്കം വി ഡി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റു. വി ഡി തന്നെ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഏറെക്കുറെ പ്രതീക്ഷിച്ച മുഖങ്ങളൊക്കെ തന്നെയാണ് മന്ത്രിസഭയിൽ വന്നത്. അപ്രതീക്ഷിതമായി ഒരു സർപ്രൈസ് എൻട്രിയായി വന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ്. പല ആളുകൾക്കും ഇപ്പോഴും പരാതികളുണ്ട്. ഇപ്പോൾ VT ബൽറാമിനെ പോലെയുള്ള ആളുകളെയൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ വലിയ പരാതികൾ നിലനിൽക്കുന്നു. കോഴിക്കോടിനൊരു മന്ത്രിയില്ല. അത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കോഴിക്കോട്ടുനിന്നൊരു മന്ത്രിയെ വെക്കാൻ പറ്റിയില്ല. ലത്തീൻ സഭയ്ക്ക് ഒരു അക്കോമഡേഷൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ നിലക്ക് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആകെ 11 മന്ത്രിമാരെ കോൺഗ്രസിനുള്ളൂ. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നില്ല. സാമുദായിക സന്തുലനവും ഒപ്പം പ്രാദേശിക ജില്ലാ ഘടകങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു പക്ഷേ ചില മേഖലകളിലൊക്കെ നഷ്ടമുണ്ടായെന്ന് വരും. അത് നമ്മൾ സഹിക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല എന്ന് വി ഡി സതീശൻ ഇന്നലെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും എല്ലാ പരിഗണനകളും എല്ലാ മാനദണ്ഡങ്ങളും നോക്കി UDF വാർത്തെടുത്ത ഈ മന്ത്രിസഭയ്ക്ക് എത്ര മാർക്കുണ്ട് എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ജിംസ് എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലും UDF കോൺഗ്രസിനകത്തും ലീഗിനകത്തും തർക്കങ്ങളുണ്ടായിരുന്നു. ഒരുവിധം പരിഹരിച്ചു എന്ന് തോന്നലുണ്ടാവും. അല്ലേ, മന്ത്രിസഭയ്ക്ക് മാർക്കിടാൻ അവർ പെർഫോം ചെയ്ത് തുടങ്ങിയില്ലല്ലോ. അതിലുള്ള അംഗങ്ങൾക്ക് മാർക്കിടാണെങ്കിൽ അത് ഒരു എല്ലാം തികഞ്ഞ മെറിറ്റോറിയസ് ആയിട്ടുള്ളൊരു ക്യാബിനറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം UDFനെ സംബന്ധിച്ച് അവരുടെ മന്ത്രിസഭാ രൂപീകരണത്തിൽ വ്യത്യസ്ത ഘടകങ്ങൾ അവർക്ക് മാനദണ്ഡമാക്കേണ്ടി വരും. ഒന്ന് പ്രാദേശികവാദം, മറ്റൊന്ന് സാമുദായിക സന്തുലനം, മൂന്നാമത്തേതായിട്ട് ഏറ്റവും പ്രധാനം ഈ നേതാക്കളുടെ താല്പര്യങ്ങൾ, വേറൊരു വാക്കിൽ പറഞ്ഞ ഗ്രൂപ്പ് താല്പര്യങ്ങൾ. അപ്പോൾ ഈ 3 താല്പര്യങ്ങളും കൂടി പരിഗണിച്ച് വേണം അവർക്ക് മന്ത്രിമാരെ നിശ്ചയിക്കാൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കമ്പോസ്റ്ററാണ്. കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെയാണ് പ്രധാനം, ലീഗിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ വിട്ടുകളയാൻ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നിർണായകമായ കാര്യം ഈ പറയുന്ന സാമുദായിക സന്തുലനമാണ്. സാമുദായിക സന്തുലനം നോക്കുകയാണെങ്കിൽ ഇത്തവണ അവർ കുറേ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യം ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. എന്നിട്ടും ഈഴവർക്കുള്ള ആനുപാതികമായ അവരുടെ ജനസംഖ്യാനുപാതികമായ അംഗങ്ങൾ അതിലുണ്ടെന്ന് പറയാൻ പറ്റില്ല, 3 പേരേ ഉള്ളൂ. പക്ഷേ മുൻ മന്ത്രിസഭകളേക്കാൾ മെച്ചമാണ് എന്തുകൊണ്ടും ആ കാര്യത്തിലെന്ന് പറയാൻ പറ്റും. മറ്റൊന്ന് മുസ്ലിം പ്രാതിനിധ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം പ്രാതിനിധ്യം അത്ര കോൺഗ്രസ് പാർട്ടി മാത്രം എടുക്കുകയാണ്. UDF ആസ് എ ഓൾ എടുക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത പ്രാതിനിധ്യമുണ്ട്, ലീഗിൻ്റെ മന്ത്രിമാരുള്ളതുകൊണ്ട്. പക്ഷെ അവിടെയും ഒരു മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കറുമാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ നായർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുണ്ടെന്ന് പറയാൻ പറ്റും. അവരുടെ ജനസംഖ്യാനുപാതികത്തേക്കാൾ കൂടുതലായ പ്രാതിനിധ്യമുണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ ലത്തീൻ സഭയുടെ കാര്യം സേവ് പറഞ്ഞതിൽ ഒരാളുണ്ട്. അതിൽ ജനസംഖ്യാനുപാതികം നോക്കുകയാണെങ്കിൽ ഷിബു ബേബി ജോൺ ഉണ്ട്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഒരാളുണ്ടായില്ല എന്നുള്ള പരാതിയായിരുന്നു ലത്തീൻ സഭയ്ക്കുണ്ടായിരുന്നു തോന്നുന്നു. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ അത്ര വലിയ വിജയം നേടിയ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നൊരു ലത്തീൻ സമുദായ അംഗം വരേണ്ടതായിരുന്നു എന്നുള്ളതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ 3 മാനദണ്ഡങ്ങളും പാലിക്കുമ്പോൾ അത് വല്ലാതെ കുഴപ്പത്തിലാകും. അപ്പോൾ ഈ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള ആ മാനദണ്ഡം പാലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് OJ ജനീഷ് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് ഈ സഭയിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ ജനീഷിനോളമോ അല്ലെങ്കിൽ ജനീഷിനേക്കാളുമോ മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകൾ ധാരാളം കോൺഗ്രസ്സിലുണ്ട്. അവരെ പലരും തഴഞ്ഞിട്ടുണ്ട്. അതാണ് വി ഡി സതീശൻ പറയാനുള്ളൊരു കാരണം. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് സാമുദായിക പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ മൊത്തം UDF മന്ത്രിസഭ എന്ന് പറയുന്നത് അത്ര മോശം അല്ല, പ്രാതിനിധ്യമുള്ളൊരു മന്ത്രിസഭയാണ്. മെറിറ്റോറിയസ് നോക്കുകയാണെങ്കിൽ മെറിറ്റുള്ള കുറേ അധികം ആളുകൾ പുറത്തുണ്ട്. ഇനിയും അർഹതയുള്ളവരുണ്ടാവും അതിന് പുറത്ത്. അത് ആ മുന്നണിയുടെ ഒരു ശക്തിയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഗ്രൂപ്പ് താല്പര്യങ്ങളാണ്. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ വി ഡി സതീശൻ ചോദിക്കുമ്പോൾ എന്ത് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചത്. ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തെടുത്ത ഒരു ഡിസിഷനാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് തൊട്ട് മുമ്പുള്ള പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ KC വേണുഗോപാൽ പക്ഷക്കാരായ 7 പേരെങ്കിലും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ ഇൻഫ്ലുവൻസാണ് അതിൽ കൂടുതൽ സ്വാധീനിച്ചതെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വി ഡി സതീശൻ അത് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതർവൈസ് ഈ പറയുന്ന മുൻകാലങ്ങളെ അപേക്ഷിച്ച് 2011 2001 UDF മന്ത്രിസഭാ രൂപീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് അധികം ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ 21 മന്ത്രിമാർക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ വിജയമാണ്. സാധാരണ രീതിയിൽ അങ്ങനെയൊന്നുമല്ല, വലിയ പ്രശ്നങ്ങളുണ്ടാവും. 2001 UDF മന്ത്രിസഭാ രൂപീകരണം എന്ന് പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറികളും അമർഷങ്ങളും മുറവിളികളും. ഇതിപ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ആരും പരസ്യമായിട്ട് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടില്ല.
ആരും അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. ആകെ തൃത്താല MLA VT ബൽറാം മാത്രമാണ് ഒരു പോസ്റ്റ് എടുത്തത്, ഞാൻ തൃത്താല MLA ആണെന്ന് ആളെ ബോധിപ്പിക്കുന്ന രീതിയിൽ. അതല്ലാത്ത രീതിയിൽ ഒരു പരാതി കുറച്ചിലോ പരിഭവമോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പരിഭവം പരാതിയുള്ളത് ജില്ലാ തലത്തിൽ മന്ത്രിമാർക്ക് കിട്ടാത്തതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ചിലർ പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ കോഴിക്കോടിന് മന്ത്രിയില്ലാത്തത് സത്യപ്രതിജ്ഞാ വേദിയിൽ തന്നെ ആളുകൾ പലരും മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. കാസർഗോഡിനില്ലാത്തത്, കാസർഗോഡിന് മന്ത്രി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. മുസ്ലിം ലീഗ് AK അഷ്റഫിനെയാണോ അബ്ദുൽ ഗഫൂറിനെയാണോ തിരഞ്ഞെടുക്കുന്നത്? ലീഗിൻ്റെ ഒരു വിവേചനാധികാരമാണ്. അതിലെന്ത് ലോജിക്കാണ് അതിൽ വർക്ക് ചെയ്തത് നമുക്കിപ്പോൾ അറിയില്ല. എന്തുകൊണ്ട് ഗഫൂർ, എന്തുകൊണ്ട് അഷ്റഫ് ആയില്ല എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് വളരെ രഹസ്യാത്മകമായിട്ട് അവർ ചെയ്തൊരു കാര്യമാണ്. ഒരു പക്ഷേ ലീഗിൻ്റെ സംഘടനാ തലത്തിലുള്ള എന്തെങ്കിലും റീസൺ ആയിരിക്കും അതിൻ്റെ കാരണം. ഒരു പക്ഷേ സംഘടനാപരമായ എന്തെങ്കിലും കാരണമായിരിക്കും. കാസർഗോഡിന് അങ്ങനെ വേണ്ടതില്ല, എറണാകുളത്താണ് വേണ്ടത്. കാരണം വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കയോസുള്ളൊരു ജില്ലാ കമ്മിറ്റിയാണ്. വലിയ തോതിലുള്ള അന്തഛിദ്രങ്ങളും അടിയും പിടിയൊക്കെ ഉള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ്. ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഗഫൂറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു ലെഗസി എന്ന അർത്ഥത്തിലായിരിക്കാം. അതിൻ്റെ റീസൺ നമുക്കിപ്പോഴും അറിയില്ല. അവർ കാസർഗോഡിനേക്കാൾ എറണാകുളത്തെ തീരുമാനിച്ചത് ലീഗിൻ്റേത് മാത്രമായ കാരണങ്ങളാലായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രത്യേകമായ താല്പര്യം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ല. അവിടെ അന്തിമ ഡിസിഷൻ സാദിഖലി തങ്ങളാണ്, അതിൻ്റെ റീസൺ നമുക്കറിയില്ല. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ താരതമ്യേന സാമുദായിക പ്രാതിനിധ്യമൊക്കെ ഒപ്പിച്ചിട്ടുള്ള, എന്നാൽ പ്രാദേശികമായ, ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലയിൽ നിന്നും മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ ഈ കുറി എല്ലാ ജില്ലയിൽ നിന്നും മന്ത്രിമാരില്ല എന്നുള്ളൊരു വേണമെങ്കിൽ പറയാം. പക്ഷേ UDFനെ സംബന്ധിച്ച് ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഇത്രയധികം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിലിപ്പോൾ നമുക്കൊന്നും വേറെ ഒന്നും പറയാനില്ല പുറത്ത്. പോരായ്മകളുണ്ടാവും, നികത്താവുന്ന പോരായ്മകളുണ്ട് എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പോരായ്മകൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അത് വരിക. അപ്പം അജിംസ് പറഞ്ഞ ഒരു ആസ് എ ഹോൾ നോക്കുമ്പോൾ ഇതൊരു പരമാവധി സന്തുലിതത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സന്തുലിതത്വം പാലിക്കണം. ഗ്രൂപ്പ് സമവാക്യങ്ങൾ അത് നോക്കണം. 11 ആളുകൾ എന്നല്ല പറഞ്ഞാലും അത് 11 ആളേ ഉള്ളൂ. അതൊരു ട്രിക്കി ജോബാണ്, ഹൈലി ട്രിക്കി ജോബായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇതിൽ അജിംസ് പറയാത്തൊരു കാര്യമാണ്, 2 SC മന്ത്രിമാർ, ഷെഡ്യൂൾ കാസ്റ്റ്പ്പെട്ട 2 മന്ത്രിമാർ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മിനിസ്ട്രിയിൽ 2 ഷെഡ്യൂൾ കാസ്റ്റ് മന്ത്രിമാർ വരുന്നത്. അതിൽ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ളൊരു സ്ത്രീ, ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള സ്ത്രീ മന്ത്രിയായിട്ടുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ളൊരു സ്ത്രീ തുളസി ആദ്യമായിട്ട് മന്ത്രിയാകുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ യുണീക്കായുള്ള കാര്യങ്ങളുണ്ട്. ഇതിലേറ്റവും പ്രധാനം അസ്വാരസ്യങ്ങളില്ലാതെ, അസ്വാരസ്യം പുറമേക്ക് അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതും വളരെ വേഗതയിൽ. നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ സമയമെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ, ഫുൾ കോറം ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സതീശൻ പറയുന്നുണ്ട്. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. അതും 60 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ കോറം മന്ത്രിസഭ കോൺഗ്രസ് നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ നിലക്കൊക്കെ റെക്കോർഡാണ്. കാരണം വേഗതയിൽ നടന്നിട്ടുണ്ട്, പരമാവധി സന്തുലിതത്വം പാലിച്ചിട്ടുണ്ട്. സാമുദായിക സന്തുലിതത്വവും ഇവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ അതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. വനിതകളുടെ പ്രാതിനിധ്യമുണ്ട്. പക്ഷെ അതേസമയം പ്രാദേശികമായിട്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കാർക്ക് പരാതിയുണ്ട്, മന്ത്രിമാരില്ലാത്ത മറ്റു ജില്ലകളുണ്ട്. എനിക്ക് തോന്നുന്നു LDFൻ്റെ സമയത്ത് എല്ലാ ജില്ലകളിലും മന്ത്രി ഇല്ലെന്ന് അജിംസ് തോന്നുന്നത്. ഇപ്പോൾ കാസർഗോഡൊന്നും മന്ത്രി ഉണ്ടായില്ലല്ലോ. പക്ഷേ 2ാം പിണറായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ജില്ലകളും പ്രതിനിധീകരിക്കുക എന്നുള്ളത് നടക്കാറില്ല, സാധാരണഗതിയിൽ തന്നെ നടക്കാറില്ല. പക്ഷേ എപ്പോഴും കോഴിക്കോട് ജില്ല സംഘടനാപരമായി നോക്കുമ്പോൾ കോഴിക്കോട് കുറേ കാലത്തിന് ശേഷമാണ് കോൺഗ്രസിന് MLAമാരുണ്ടാകുന്നത്. 10-20 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു സീറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സീറ്റും പിടിച്ചെടുത്തു. കാസർഗോഡ് ചരിത്രത്തിലാദ്യമായി തൃക്കരിപ്പൂര് പിടിക്കുന്നു, ഉദുമ പിടിക്കുന്നു, 4 സീറ്റ് നേടുന്നു. അവിടുത്തെ മൊത്തം 5 സീറ്റിൽ 4 സീറ്റ് പിടിക്കുന്നു. അപ്പോൾ ആ നിലക്കൊക്കെ സംഘടനാപരമായി അവിടെ പ്രവർത്തകരും UDF സംവിധാനവും വളരെ ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെ കൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതും കൂടെ സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ. അല്ലാതെ ഒരു ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, ആ ജില്ലയ്ക്ക് സവിശേഷമായ നേട്ടം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് സംഘടനാപരവും രാഷ്ട്രീയമുള്ള കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്. അത് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ തന്നെ ചില ആളുകൾ, ഇപ്പം ഒരാളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്നുള്ള ലീഗിൻ്റെ പ്രതിനിധിയാണ് ലീഗിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത്, ഗഫൂർ. ആദ്യമായിട്ടാണ് അദ്ദേഹം MLA ആകുന്നത്. പക്ഷേ കാസർഗോഡ് ലീഗിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു ജില്ലയാണ്. അവിടെ നിന്നുള്ള അഷ്റഫ്, മഞ്ചേശ്വരത്ത് നിന്നുള്ള അഷ്റഫ്, AK അഷ്റഫ് എന്ന് പറയുന്നത്, ഞാൻ കേരളത്തിലെ MLAമാർക്ക് മാർക്കിടാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ മാർക്കിടുന്ന ഒരാളാണ് അഷ്റഫ്. കാരണം അത്രയും ജനകീയനായിട്ടുള്ളൊരു MLA. 1ാം സ്ഥാനം ഞാൻ കൊടുക്കുക അഷ്റഫിനാണ്, 2ാം സ്ഥാനം ഞാൻ കൊടുക്കുക അഴീക്കോടുള്ള CPMൻ്റെ സുമേഷിനാണ്.
അത് വേറെ ടൈപ്പാണ് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത് അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും. അത്രയും പോപ്പുലറായിട്ടുള്ള MLA മാരാണ്. അപ്പോൾ അഷ്റഫ് എന്ന് പറയുന്നത് 2ാം വട്ടമാണ് MLA ആവുന്നത്. വളരെ പോപ്പുലറാണ്. കാസർഗോഡിന് പ്രാതിനിധ്യം ഉണ്ടാകുക എന്ന് മാത്രമല്ല, അത് സുരേന്ദ്രനെ തോൽപ്പിച്ചു. കെ സുരേന്ദ്രന് ഗംഭീരമായ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചു വന്ന ആളാണ്. കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു, അഷ്റഫിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുണ്ടല്ലോ, കന്നഡ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതുണ്ടായില്ല. ലീഗ് വേറെ എന്തെങ്കിലും ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇനി ലീഗും കോൺഗ്രസും നമ്മൾ ചില ധാരണകൾ അതിനകത്തുണ്ടോ? അല്ല, VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും, ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്നൊരു മുസ്ലിം മന്ത്രിയെ വെക്കുന്നതോടുകൂടി വേറെ ചില ക്ലെയിമുകൾക്ക് ചെക്ക് വെക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് അങ്ങനെയും അതിനെ കാണാം. അത്തരം ചില ഒന്നുമില്ല, മലവർക്ക് അറിയാത്ത പല ഘടകങ്ങളുണ്ടാവും. എനിവേ, സാമാന്യം ഭേദപ്പെട്ട ഒരു കോമ്പോസിഷനാണ്. അത് വലിയ കുഴപ്പങ്ങളില്ലാതെ, പരിക്കുകളില്ലാതെ അത് ഫൈനലൈസ് ചെയ്യാനും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാനും സാധിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത, സാധാരണ ഗവർണറുടെ ചായ സൽക്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ അറിയിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. അതും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് ചിത്രം പൂർത്തിയാക്കുകയുള്ളൂ. പിക്ചർ അഭി ബാക്കി ഹേ. അപ്പോൾ അതിനകത്ത് പൊട്ടലും ചുറ്റലും ഉണ്ടാകുമോ എന്നെനിക്കറിയാം. ഇനിയിപ്പോൾ നമ്മൾ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല. പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂഷനിൽ ചിലപ്പം വിവാദങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ആളുകൾക്കുണ്ടായേക്കാം. അതിനകത്ത് പല കഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് എടുത്തു, അത് കോൺഗ്രസ്സിലാണ്, റോജി എം ജോണാണ് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. നേരത്തെ UDF ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ള മൊത്തത്തിൽ ലീഗായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പലതും കുറിക്കുന്നുണ്ട്. ഇനി ലീഗ് അത് വിട്ടുകൊടുക്കുകയാണോ, അതല്ല കോൺഗ്രസുമായുള്ള ധാരണയാണോ എന്താ അറിയില്ല. എന്ത് തന്നെയാണ്, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ വകുപ്പ് മന്ത്രിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തൊരു വകുപ്പാണെന്നുള്ള വസ്തുതയുണ്ട്. കാരണം ഏതാണ്ടൊക്കെ അത് ഗവർണറുടെ കയ്യിലായി കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റെയും ഗവർണറുടെയൊക്കെ കയ്യിലാണ്. ഇനി അത് കൊടുത്തിട്ട് കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും വകുപ്പ്, ഫിഷറീസ് എടുക്കുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഫിഷറീസ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിൻ്റെ ലത്തീൻ സഭയ്ക്ക് വിയോജിപ്പുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. കൃഷി, ഈ വർത്തമാനമൊക്കെ വരുമ്പോഴും കൃഷിയെക്കുറിച്ച് അധികം വർത്തമാനം വന്നിട്ടില്ല. എന്നാൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോയാണത്. മുസ്ലിം ലീഗ് അതാവശ്യപ്പെടുമോ എന്നറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂഷനും കൂടെ വന്നു കഴിഞ്ഞാലാണ് പൂർണ്ണമായൊരു ചിത്രം എന്ന് പറയാൻ പറ്റുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ലത്തീൻ സഭയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, അതിൻ്റെ എന്താണ് ആർച്ച് ബിഷപ്പ് തന്നെ, അതിൽ അവർക്ക് യൂജിൻ പെരീര, അവർക്ക് പ്രാതിനിധ്യം ഉണ്ടായില്ല വെച്ചാൽ ലത്തീൻ സഭാംഗം എന്നുള്ള ആൾക്ക് ഷിബു ബേബി ജോണുണ്ട്. അവരുദ്ദേശിച്ചത് വിൻസെൻ്റ്, കോവളത്തുള്ള വിൻസെൻ്റ് മന്ത്രിയാകുമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. 3ാം തവണയാണ് അദ്ദേഹം MLA ആകുന്നത്. അവരുടെ ആഗ്രഹത്തിന് എന്താണ്, അത് വാല്യൂ ഉണ്ട്. കാരണം വെച്ചാൽ ലത്തീൻ സഭ ഒന്നാമത് ഒരു പിന്നോക്ക സമുദായമാണ്. UDF-നൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട് അവർ. ഇത്തവണത്തെ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും വിജയത്തിൽ അവർക്ക് പങ്കുണ്ട്. മാത്രമല്ല, എറണാകുളത്ത് വേറെ നിലക്ക് പല നിലക്കുള്ള ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട്, ഷിയാസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, അതൊക്കെ മറികടന്നുകൊണ്ട് പള്ളുരുത്തി ഹിജാബ് വിഷയം, ഇങ്ങനെയൊക്കെ പല സ്വഭാവത്തിൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായപ്പോൾ അതിനൊക്കെ മറികടന്ന് നിന്നൊരു സഭയാണ്, UDF-നൊപ്പം നിന്നൊരു സഭയാണ്. അവരാഗ്രഹിക്കുന്നൊരു പ്രതിനിധി മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്നുള്ള അവരുടെ ആ താല്പര്യം, അത് പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു. അത് വേണമെങ്കിൽ കോൺഗ്രസ്സിന് അത് എങ്ങനെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതുണ്ടായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സഭാസ്ഥാനത്ത് ചെന്നിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്, അദ്ദേഹമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് പറയുന്നത് നമുക്കറിയില്ല. ഇനി പ്രശ്നമുണ്ട്, അവർ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു, അവർ വന്നില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി അത് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള നല്ല ലക്ഷണമാണ്. എനിവേ, ആസ് എ ഹോൾ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്.